Good morning, students. Welcome to our GS class. Today we are going to study class 4 GS, the remaining part of our chapter 4, that is adaptations in plants. Adaptations in plants എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹാബിറ്റാറ്റ് പഠിച്ചു, അഡാപ്റ്റേഷൻസ് എന്താണെന്ന് പഠിച്ചു, എന്തുകൊണ്ടാണ് പ്ലാന്റ്സിലെ അഡാപ്റ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് പ്ലാന്റ്സിന് എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ കോസ്റ്റൽ റീജിയൻസ്. കോസ്റ്റൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻ. കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്തുള്ള പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ്, അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മൗണ്ടൈനിയസ് റീജിയൻ. അതായത് മൗണ്ടൻസിൽ വളരുന്ന പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പ്ലാന്റ്സ് വളരുന്നത് കോസ്റ്റൽ റീജിയൻസ്, പിന്നെ മൗണ്ടൻസ്, ഡെസേർട്ട്, വാട്ടർ, ഇവിടെ എല്ലാം പ്ലാന്റ്സ് വളരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ റീജിയൻസിലും വളരണമെങ്കിൽ ഈ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ അഡാപ്റ്റേഷൻസ് അല്ലേ, അതിന് അവിടെ ആ ഒരു കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പൊരുത്തപ്പെടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ്, അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Can you see this? Okay. Adaptations in plants growing in coastal region. The plants growing in coastal regions usually have to adjust the following: salty wind that dry out their leaves, and strong winds that can damage their leaves, loose sandy soil that does not contain much nutrients. നെക്സ്റ്റ്, സോൾട്ടി വാട്ടർ, പിന്നെ എന്താണ്, ഹോട്ട് ടെമ്പറേച്ചർ. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് കോസ്റ്റൽ റീജിയൻസിലുള്ളത്. നോക്കിയേ, കോക്കനട്ട് പാംസ് ഗ്രോ ഇൻ കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ റീജിയനിൽ വളരുന്ന കോക്കനട്ട് ട്രീയുടെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസാണ് കോസ്റ്റൽ റീജിയൻസിലുള്ളതെന്ന് നോക്കാം. സോൾട്ടി വിൻഡ് ദാറ്റ് ഡ്രൈ ഔട്ട് ദെയർ ലീവ്സ്. ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീവ്സിനെ ഡ്രൈ ഔട്ട് ചെയ്യാനായിട്ടുള്ള സോൾട്ടി വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം കോസ്റ്റൽ റീജിയനിൽ എങ്ങനെയായിരിക്കും, സോൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെയുള്ള വിൻഡും സോൾട്ടി വിൻഡായിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതാണ് നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത്, സ്ട്രോങ് വിൻഡ് ദാറ്റ് ക്യാൻ ഡാമേജ് ദെയർ ലീവ്സ്. കോസ്റ്റൽ റീജിയനിൽ നല്ല സ്ട്രോങ് വിൻഡ്സാണ്, നല്ല സ്ട്രോങ് കാറ്റാണ് അടിക്കുന്നത്. അതുകൊണ്ട് ലീവ്സ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ലൂസ് ആൻഡ് സാൻഡി സോയിൽ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ മച്ച് ന്യൂട്രിയൻസ്. അതായത് കോസ്റ്റൽ റീജിയനിലെ സോയിൽ കണ്ടോ എങ്ങനെയാണ്, ലൂസ് സാൻഡി സോയിൽ, ഉപ്പുരസമുള്ള നല്ല ലൂസ് സോയിലാണ്, അതിനകത്ത് വേണ്ടത്ര ന്യൂട്രിയൻസ് ഒന്നും കാണത്തില്ല. നെക്സ്റ്റ് എന്താണ്, സോൾട്ടി വാട്ടർ, ഉപ്പുരസമുള്ള വെള്ളമായിരിക്കും കോസ്റ്റൽ റീജിയൻസിലുള്ളത്. പിന്നെ എന്താണ്, ഹോട്ട് ടെമ്പറേച്ചർ, നല്ല ചൂടായിരിക്കും കോസ്റ്റൽ റീജിയൻസിൽ ഉള്ളത്. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് കോസ്റ്റൽ റീജിയൻസിലുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻസിലൊക്കെ വളരണമെങ്കിൽ പ്ലാന്റ്സിന് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, trees like the coconut have special adaptations to survive in these conditions. അതായത് കോക്കനട്ട് ട്രീയെ പോലുള്ള ട്രീസാണ് കോസ്റ്റൽ റീജിയൻസിൽ കാണുന്നത്. അതുകൊണ്ട് അവയ്ക്കുള്ള സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലീവ്സ് ആർ തിക്ക് ആൻഡ് ഫോംഡ് ഓഫ് മെനി ലോങ് സ്ട്രിപ്സ് ടു ടോളറേറ്റ് സ്ട്രോങ് വിൻഡ്. അതിൻ്റെ ലീവ്സ് എങ്ങനെയായിരിക്കും, കോക്കനട്ട് ട്രീയുടെ തിക്ക് ലീവ്സ് ആയിരിക്കും. പിന്നെ എന്താണ്, ലോങ് സ്ട്രിപ്സ്, നോക്കി ലോങ് സ്ട്രിപ്സ് ഉണ്ട് ഇതിൽ,
ഇത് എന്തിനെ സഹായിക്കുന്നു? ടോളറേറ്റ് സ്ട്രോങ് വിൻഡ്. കോസ്റ്റൽ റീജിയനിലുള്ള സ്ട്രോങ് വിൻഡിനെ തടയാനായിട്ട് കോക്കനട്ട് ട്രീയുടെ ലീവ്സിലുള്ള സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ആയിട്ടുള്ള ലോങ് സ്ട്രിപ്സ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലീവ്സ് ആർ വാട്ടർ പ്രൂഫ്. ലീവ്സ് എങ്ങനെയുള്ള ലീവ്സ് ആയിരിക്കും? വാട്ടർ പ്രൂഫ് ആയിരിക്കും. ആൻഡ് ഷൈനി, സോ ദേ ഡു നോട്ട് ഡ്രൈ ഔട്ട് ഇൻ സോൾട്ടി വിൻഡ്സ്. ലീവ്സ് ആർ വാട്ടർ പ്രൂഫ്. ലീവ്സ് എങ്ങനെയാണ്? വാട്ടർ പ്രൂഫ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ഷൈനി ലീവ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഡ്രൈ ഔട്ട് ഇൻ സോൾട്ടി വിൻഡ്സ്. ഓക്കെ, ലീവ്സ് വാട്ടർ പ്രൂഫ് ആയിരിക്കും, ലീവ്സ് തിക്കായിരിക്കും, ലോങ് സ്ട്രൈപ്സ് കാണും. ഇതൊക്കെയാണ് അവിടെയുള്ള പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോങ് റൂട്ട്സ് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സാൻഡി സോയിൽ. They support the plant and also help to find water. അപ്പോൾ ഈ കോസ്റ്റൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് നല്ല ആഴത്തിലിറങ്ങി പോകുന്നു. സാൻഡി സോയിലൂടെ നല്ല ആഴത്തിലിറങ്ങി പോയിട്ടാണ് അത് വാട്ടറിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലോങ് റൂട്ട്സ് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സാൻഡി സോയിൽ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ സ്റ്റെം. സ്ട്രോങ് ഫ്ലെക്സിബിൾ സ്റ്റെംസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ട് ദ പ്ലാന്റ് ഫ്രം സ്ട്രോങ് വിൻഡ്. അതായത് പെട്ടെന്നൊരു കാറ്റടിച്ചാൽ അതിൻ്റെ സ്റ്റെം ഒന്നും ഒടിഞ്ഞു പോകത്തില്ല. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുമായ സ്റ്റെം ആയിരിക്കും കോസ്റ്റൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിനുള്ളത്. അപ്പോൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണുള്ളത്? ലീവ്സ് ആർ തിക്ക് വിത്ത് ലോങ് സ്ട്രിപ്സ്. പിന്നെ എന്താണ്? ലീവ്സ് ആർ വാട്ടർ പ്രൂഫ്, ലോങ് റൂട്ട്സ്. പിന്നെ എന്താണ്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ സ്റ്റെംസ്. ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ കോസ്റ്റൽ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആൻസർ ഇൻ എ വേർഡ് ഓർ ടു. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സ് അഡാപ്റ്റേഷൻസ് ഇൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മൗണ്ടേനിയസ് റീജിയൻ. അതായത് മൗണ്ടൻസിൽ വളരുന്ന പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ്. നോക്കിയേ, പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മൗണ്ടേനിയസ് റീജിയൻ ഹാവ് ടു അഡാപ്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതായത് മൗണ്ടേനിയസ് റീജിയനിലുള്ള കണ്ടീഷൻസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കാം. കോൾഡ് ക്ലൈമറ്റ് ദാറ്റ് സ്ലോസ് ഡൗൺ ദ ഗ്രോത്ത്. അതായത് മൗണ്ടൻ റീജിയനിൽ എപ്പോഴും കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അത് സ്ലോ ആക്കും. പിന്നെ എന്താണ്? ഫ്രീക്വൻറ്റ് സ്നോഫോൾ. അതായത് കൂടെ മഞ്ഞു വീഴ്ച ഉണ്ടാകും. പിന്നെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? സ്ട്രോങ് സൺലൈറ്റ് ദാറ്റ് ക്യാൻ ഡാമേജ് ലീവ്സ്. സ്ട്രോങ് സൺലൈറ്റ് ആയിരിക്കും മൗണ്ടേനിയസ് റീജിയനിലുള്ളത്. അതുകൊണ്ട് തന്നെ ലീവ്സിനൊക്കെ ഡാമേജ് ഉണ്ടാകും. പിന്നെ എന്താണ്? സോയിൽ പുവർ ഇൻ ന്യൂട്രിയൻസ്. അതായത് സോയിലിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇതൊക്കെയാണ് മൗണ്ടേനിയസ് റീജിയനിലുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സിന് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ടെന്ന് നോക്കാം. അവിടെ വളരണമെങ്കിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ടായിരിക്കും പ്ലാന്റ്സിന്? മൗണ്ടേനിയസ് റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് പൈൻ, ഡിയോഡർ ആൻഡ് ഫിർ. have the following adaptations to survive these conditions. അപ്പോൾ മൗണ്ടേനിയസ് റീജിയനിലുള്ള പ്ലാന്റ്സിന് എക്സാമ്പിളാണ് പൈൻ, ഡിയോഡർ ആൻഡ് ഫിർ. ഫസ്റ്റ് വൺ നോക്കിയേ. പ്ലാന്റ്സ് ഗ്രോ ടോൾ ആൻഡ് സ്ട്രെയിറ്റ്. They generally are cone shaped to shed snow from their leaves ആൻഡ് ബ്രാഞ്ചസ്. അതായത് പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും? നല്ല ഉയരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വളരുന്നത്. കോൺ ഷേപ്പിലായിരിക്കും വളരുന്നത്. എന്തുകൊണ്ടാണ്? സ്നോസൊക്കെ അതിൻ്റെ ലീവ്സിൽ വീണാൽ താഴേക്ക് വീഴാനായിട്ട് കോൺ ഷേപ്പിലായിരിക്കും വളരുന്നത്. പ്ലാന്റ്സ് ഗ്രോ ടോൾ ആൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ആർ കോൺ ഷേപ്ഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദേ ഗ്രോ ക്ലോസ് ടുഗദർ ടു ട്രാപ്പ് വാം എയർ ആൻഡ് വാട്ടർ. അതായത് അവ ഇടതൂർന്ന അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടാണ് വളരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ട്രാപ്പ് വാം എയർ ആൻഡ് വാട്ടർ. ഓക്കെ, നോക്കി. ഇനി തേർഡ് അഡാപ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. തേർഡ് വൺ, ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ സ്മോൾ
and needle like to allow the snow to slide off. അതായത് മൗണ്ടൈനീസ് റീജിയൻ, നിങ്ങൾ പൈൻ ട്രീ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലീവ്സ് എങ്ങനെയാണ്? സ്മോൾ ആണ്, നീഡിൽ പോലെയാണ് ഇരിക്കുന്നത്. നീഡിൽ ലൈക്ക് ടു അലോ ദ സ്നോ ടു സ്ലൈഡ് ഓഫ്. കണ്ടോ, സ്നോസ് ഒക്കെ ഇതിൽ വീണാൽ അത് പെട്ടെന്ന് ഊർന്നു പോകാനായിട്ടുള്ള രീതിയിലാണ് നല്ല ബ്ലേഡ് നീഡിൽ പോലെയാണ് ഇരിക്കുന്നത്. സ്മോൾ ലീവ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ലീവ്സ് ഓഫ് ദ ട്രീസ്. This is a picture of leaves of the trees growing on mountainous are small and needle-like. Next എന്താണ് പറഞ്ഞിരിക്കുന്നത്? The leaves also have a waxy coating to prevent evaporation and damage from snow. അതായത് ലീവ്സിന് വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ ലീവ്സിൽ നിന്ന് ബാഷ്പീകരണം, ലീവ്സിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ വാക്സി കോട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഈ സ്നോഫോൾ കാരണം ഉണ്ടാകുന്ന ഡാമേജ് ലീവ്സിന് ഉണ്ടാകാതിരിക്കാനും ഈ വാക്സി കോട്ടിങ് സഹായിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ റൂട്ട്സ് ഗ്രോ ഡീപ്പ് ഇൻസൈഡ് ദ സോയിൽ ടു ഫൈൻഡ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ടു സപ്പോർട്ട് ദ പ്ലാന്റ്സ് എഗ്നസ്റ്റ് സ്ട്രോങ് വിൻഡ്സ്. അതായത് റൂട്ട്സ് നല്ല സോയിലിൽ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകുന്നു. ടു ഫൈൻഡ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. ഈ ഡീപ്പായിട്ട് റൂട്ട്സ് ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസും വാട്ടറും ആവശ്യമുള്ള രീതിയിൽ ഇതിന് കിട്ടുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് വിൻഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ്. അതായത് മൗണ്ടൈനസ് റീജിയനിലുള്ള പ്ലാന്റ്സ്, പൈൻ ട്രീസിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടോ? ദേ ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ്. ദേ ഹാവ് കോൺ ദാറ്റ് ഹാവ് സീഡ്സ് ഇൻസൈഡ് ദം. അതായത് ഈ പൈൻ ട്രീയിലൊക്കെ കോൺസ് ഉണ്ട്, അതിനകത്താണ് സീഡ് കാണുന്നത്. ഓക്കെ, so these are the adaptations for plants that survive in mountainous regions. Okay. So this much for today. You study well. We will meet in the next class. Thank you.